ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഓശാന ഞായറിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. അമ്പത് നോമ്പിലെ അവസാനത്തെ ഞായറാഴ്ചയാണിത്. വിശുദ്ധ വാരത്തിലേക്കുള്ള പ്രവേശന കവാടമായിട്ടാണ് ഓശാന ഞായറിനെ കാണുക. ഓശാനയിലൂടെയാണല്ലോ നാം പീഡാനുഭവ ആഴ്ചയിലേക്ക് പ്രവേശിക്കുന്നത്. നമ്മുടെ കർത്താവ് തൻ്റെ രക്ഷാകര രഹസ്യങ്ങൾ, അവിടുത്തെ പീഡാനുഭവം, മരണം, ഖബറടക്കം, ഉത്ഥാനം ഇവയെല്ലാം പൂർത്തീകരിക്കേണ്ട സമയമായപ്പോൾ ജെറുസലേമിലേക്ക് വന്നു. ജെറുസലേം നിവാസികളെ അവരുടെ നഗര വീഥികളിൽ അവിടുത്തെ സ്വീകരിച്ചു. അവരുടെ നഗര കവാടങ്ങൾ അവിടത്തേക്കായി തുറന്നു കൊടുത്തു. വസ്ത്രങ്ങൾ വഴിയിൽ വിരിച്ചും മരച്ചിലുകൾ വെട്ടി വിതറിയും ഞങ്ങളെ രക്ഷിക്കണമേ ഓശാന എന്ന് ആർത്ത് വിളിച്ചുകൊണ്ടും അവർ കർത്താവിനെ സ്വീകരിച്ചു. യുദ്ധം ജയിച്ചു വരുന്ന ഒരു രാജാവിനെ ആളുകൾ സ്വീകരിക്കുന്നത് പോലെ ആവേശത്തിൽ, സന്തോഷത്തിൽ അവർ കർത്താവിനെ സ്വീകരിച്ചു. സഭയാകുന്ന മണവാട്ടിയെ സംബന്ധിച്ച് പറയുമ്പോൾ മണവാളൻ രക്ഷാകരമായ മരണത്തിലേക്ക്, ഉത്ഥാനത്തിലേക്കെല്ലാം പോവുകയാണ്. അങ്ങനെ മണവാട്ടിയെ രക്ഷിക്കുവാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുന്ന മണവാളന് കൊടുക്കുന്ന സ്നേഹോഷ്മളമായ ഒരു ആദരവായിട്ട് ഈ ഓശാന ഞായറാഴ്ചയിലെ സംഭവങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. ജെറുസലേമിൽ എത്തിയ കർത്താവ് ജെറുസലേം ദേവാലയത്തിലേക്ക് കടന്നതിനെ ശുദ്ധീകരിക്കുകയാണ്. കർത്താവ് കടന്നു വരുന്നവനാണ്. പല രീതിയിൽ അവിടുന്ന് കടന്നു വരുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ജീവിതാനുഭവങ്ങളിലേക്ക്, നമ്മുടെ പരിസരങ്ങളിലേക്ക്, നമ്മുടെ തൊഴിൽ മേഖലകളിലേക്ക്, നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തേക്കെല്ലാം അവിടുന്ന് നിരന്തരം കടന്നു വരുന്നവനാണ്. അവിടുത്തെ കണ്ടെത്തുവാനും വിശ്വസിക്കുവാനും സാധിക്കുന്നവർ അനുഗ്രഹീതരായിത്തീരും. അവിടുന്ന് വിശ്വാസം അർപ്പിച്ചവർക്ക് ദൈവമക്കളാകുവാനുള്ള അവകാശം അവിടുന്ന് നൽകി എന്നാണല്ലോ സുവിശേഷം പറയുക. ഈ കടന്നുവരവ് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് അഥവാ കൗദാശികമായിട്ട് നാം അനുഭവിക്കുന്നത് വിശുദ്ധ കുർബാനയിലാണ്. ഒരിക്കൽ കഴുതക്കുട്ടിയുടെ പുറത്ത് ഇരുന്ന ജെറുസലേമിലേക്ക് വന്ന കർത്താവ് ഇന്ന് ദുർബലമായ ഒരു അപ്പക്കഷ്ണത്തിൽ മറഞ്ഞിരുന്നുകൊണ്ട്, ഒരു തിരുവോസ്തിയിലിരുന്നുകൊണ്ട് അവിടുന്ന് വിശ്വാസിയുടെ ഹൃദയത്തിലേക്ക് വരുന്നു. ഓരോ വിശ്വാസിയും ആദരപൂർവ്വം, വിശ്വാസപൂർവ്വം അവിടുത്തെ സ്വീകരിക്കുന്നു ഹൃദയങ്ങളിലേക്ക്. വന്നവനും വരുവാനിരിക്കുന്നവനും എന്നാണ് കർത്താവിനെ കുറിച്ച് പറയുക. അവിടുന്ന് വീണ്ടും വരും, രണ്ടാമതും വരും. അത് മഹത്വത്തോടു കൂടി ആയിരിക്കും. ശുഭ്രവസ്ത്രധാരികളായി കുരുത്തോലകൾ കയ്യിൽ പിടിച്ച് അവനെ എതിരേൽക്കുവാൻ ഭാഗ്യം ലഭിക്കുന്നവർ അനുഗ്രഹീതരായിത്തീരും. തീർത്ഥാടനത്തിലാണ് സഭാസമൂഹം. കർത്താവിൻ്റെ കൂടെ സ്വർഗീയ ജെറുസലേമിലേക്കുള്ള യാത്രയിലാണ്. അവിടത്തോടുകൂടെ നമുക്കും പോകാം. ഓശാന തിരുനാളിൻ്റെ അനുഗ്രഹങ്ങളും മംഗളങ്ങളും എല്ലാവർക്കും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.